ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു റെനീസ് വേൾഡ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ലോക്കിംഗ് മെഷീൻ ഒന്നും വെക്കാതെ നമുക്ക് ലോക്കിംഗ് മെഷീൻ ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ് കേട്ടോ. അപ്പോൾ 2 ലെവലിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന 2 യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയാസുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതേപോലെ ഞാനൊരു ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും ചുരിദാർ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ എൻഡാണല്ലോ നമുക്ക് പ്രശ്നമായിട്ട്. ലോക്ക് നമ്മൾ പൊതുവെ ചെയ്യാറ് അവിടെ ആണല്ലോ, എൻഡിലാണല്ലോ. ആ നൂല് കാര്യങ്ങളൊക്കെ വലിഞ്ഞ് നിൽക്കാതിരിക്കാൻ അവിടെ ഒരു പെർഫെക്ഷനൊക്കെ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ഇതേപോലെ ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ചിലൊക്കെ എത്രയാണോ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒരു 1/4 ഇഞ്ചിൽ നമുക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഞാനൊരു 1/4 ഇഞ്ചിൽ കേട്ടോ, 1/4 ഇഞ്ചിൽ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം. ഇത് നോർമലായിട്ടുള്ള സാധാരണ മെഷീനാണ്, നമ്മുടെ സാധാരണ മെഷീനിൽ വെച്ച് ചെയ്യാൻ പറ്റാവുന്ന എളുപ്പത്തിലുള്ളൊരു ലോക്കിംഗ് മെത്തേഡാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ആരെ കമൻറ്റും കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും കമൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ലൈക്കോ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ നമ്മൾ ഇത് നമ്മുടെ ഇതേപോലെ നമ്മൾ വെളുങ്ങനായിട്ട് നമ്മൾ ഈ ക്ലോത്ത് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊരു കോണ് പോലെ ഒന്ന് ഫസ്റ്റിൽ മാത്രമേ അങ്ങനെ ചെയ്യേണ്ടുള്ളൂ കേട്ടോ. കോണ് പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ സൂചി ഇറക്കി വെച്ചിട്ട് വീണ്ടും ഒരു വി ഷേപ്പില്ലേ, ആ വി ഷേപ്പിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച ആ ഒരു ലൈനിൽ കൂടി ഈ ഒരു വി ഷേപ്പിൽ ആദ്യം അങ്ങനെ ഒന്ന് വി ആയിട്ട് നമ്മൾ ചെയ്യുക. പിന്നെ നമുക്ക് അത് വെച്ചിട്ട് കൈയെടുക്കാതെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, അത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കട്ടോ. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് ആ വി മാത്രം ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ആ ഒരു വി കൂടി തന്നെയാണ് നമ്മൾ പിന്നെ ഇങ്ങനെ ഇതേപോലെ ആ ഒരു ലൈനിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച ആ ലൈനിൽ കൂടി ഇതേപോലെ നമ്മൾ നിർത്താതെ മെഷീന് നിർത്താതെ ഇതേപോലെ വി ആയിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ, ലോക്കായിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തോന്നും, സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നൊക്കെ പോലെ തോന്നിട്ട് നമ്മൾ ആ ക്ലോത്ത് വിടാതെ, ക്ലോത്ത് നല്ല എന്താ പറയുക നല്ല ശക്തിയായിട്ട് പിടിക്കണം. നമ്മൾ ആ ക്ലോത്ത് ഒന്ന് ജസ്റ്റ് ഇതേപോലെ വലിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു വി ആയിട്ട് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഫസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ചെയ്തെടുക്കുക. ഇതേപോലെ നമ്മൾ ക്ലോത്ത് നന്നായി വലിക്കുക. നമ്മൾ ഈ അടിക്കുന്നത് നിർത്താതെ തന്നെ ക്ലോത്ത് വലിച്ച് നമുക്ക് ഈ ഒരു വീൽ ഷേപ്പിൽ ഇതേപോലെ ലോക്കിങ് കൊടുക്കാം കേട്ടോ. ഇത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ലോക്കിംഗ് മെഷീനൊന്നും ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ഈസി മെത്തേഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണേ. അപ്പോൾ ഇതേപോലെ ഞാൻ ഫുള്ളായിട്ടൊന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ലോക്ക് ചെയ്തിട്ടുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഈ നൂല് കാര്യങ്ങളൊന്നും വരാതെ നമ്മുടെ നോർമൽ മെഷീനിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ലോക്കിംഗ് കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗവും ഞാൻ കാണിച്ചു തരാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡാണ്. ഇതേപോലെ നമുക്ക് ലോക്കിങ് കൊടുക്കാം കേട്ടോ. നമ്മൾ കറക്റ്റായിട്ടൊന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വൃത്തിയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്കൊരു ലോക്കിംഗ് ആയിട്ട് കൊടുക്കാവുന്ന ഒരു സ്റ്റെപ്പാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ രണ്ടാമത് ഇതേപോലെ ലോക്കിംഗ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ക്ലോത്ത്, ഇപ്പോൾ ഇത് ചുരിദാറൊക്കെ ആണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ചുരിദാറിൻ്റെ ചുരിദാറിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡർ കൂട്ടിയതിന് ശേഷം നമ്മൾ ആ 2 സൈഡും ഇതേപോലെ ക്ലിയർ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല വശത്ത് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ഉള്ളിലേക്ക് മറിച്ചിട്ട് നമ്മൾ ചീത്ത വശത്താണല്ലോ നമ്മൾ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ചീത്ത വശത്തേക്ക് ഇത് മറിച്ചിട്ടിട്ട് നമ്മൾ ഷേപ്പും കാര്യങ്ങളൊക്കെ വരച്ചിട്ട് ആ ചീത്ത വശത്തൂടെ നമ്മൾ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതും അതേപോലെ തന്നെ ഈ നൂല് കാര്യങ്ങളൊന്നും കാണാതെ ഫുള്ള് കവറായിട്ട് കിടക്കും കേട്ടോ. ഒന്നുകൂടെ വൃത്തിയിൽ ലോക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ വൃത്തിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നല്ല വശത്ത് സ്ട്രൈറ്റ് ആയിട്ട് ബാക്കി വരുന്ന ക്ലോത്ത് ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം നമ്മൾ മറിച്ചിട്ടിട്ട് പഴയ വശത്ത് നമ്മൾ ഷേപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഷേപ്പ് ചെയ്ത് വരുന്ന സമയത്ത് പിന്നീട് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ ബാക്കി വരുന്ന ഭാഗം നൂല് പൊങ്ങിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക കുറച്ച് ഫിനിഷിങ് അല്ലാത്ത രീതിയിലൊന്നും നമുക്ക് കാണില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇനി ചീത്ത വശത്ത് വെച്ചിട്ട് നമ്മൾ ഷേപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചീത്ത വശത്ത് വെച്ചിട്ട് നമ്മൾ ഷേപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഓൾറെഡി നമ്മൾ ബാക്കി വരുന്ന എൻഡിൽ നമ്മൾ നല്ല വശത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കണ്ടില്ല നമ്മൾ ഷേപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടും ചെയ്യും. ഉള്ളിൽ ഇതേപോലെ നൂല് പൊന്തിക്കെടുക്കുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ഫിനിഷിംഗ് ഇല്ലാത്ത നമ്മൾ ലോക്കിങ്ങിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു രീതിയിൽ കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലോക്കിംഗ് മെഷീൻ ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, നമ്മൾ നോർമൽ മെഷീനിൽ ചെയ്യാൻ പറ്റാവുന്ന ഈസി ആയിട്ടുള്ള 2 മെത്തേഡ്സാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ താങ്ക് യു.